ഹായ് ഡിയേഴ്സ്, അപ്പം ഞാനും അമ്മൂമ്മയും കൂടെ ഇന്ന് രാവിലെ മണ്ണടികാവ് ദേവീക്ഷേത്രത്തിൽ പോകാൻ റെഡിയാണ് കേട്ടോ. നമ്മുടെ കുടുംബക്ഷേത്രമാണ്, അതുകൊണ്ട് രണ്ടുപേരും രാവിലെ കുളിച്ച് റെഡിയായി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു. പോകുന്ന വഴിക്ക് നമ്മുടെ കരുനാഗപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടൊന്ന് കയറി കേട്ടോ. അവിടെ ചെന്ന് അവിടെയും തൊഴുത് അവിടെ നമ്മൾ വണ്ടി കയറി നേരെ മണ്ണടിയിലോട്ട് പോവാണ് കേട്ടോ. വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് മണ്ണടികാവ് ദേവീക്ഷേത്രം. പോകുന്ന വഴിക്ക് നമുക്ക് അത്ര ബോറിംഗ് ആയിട്ടുള്ള യാത്രയൊന്നും ആയിരുന്നില്ല കേട്ടോ അമ്പലത്തിലേത്. കാരണം വളരെ ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് പോയി. പിന്നെ നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് അമ്പലത്തിലെത്തുക, അമ്പലം അടയ്ക്കുന്നതിന് മുമ്പിൽ പോയി തൊഴുക എന്നുള്ളൊരു ഒറ്റ വിചാരം ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു കേട്ടോ. അവിടെ ചെന്ന് ദേവിക്കുള്ള പൂക്കളും എല്ലാം മേടിച്ചിട്ട് ഞാനൊരു ചേച്ചിയോട് പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുത്തു തരുമെന്ന്. അങ്ങനെ ആ ചേച്ചി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാവുകളും എല്ലാം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ പുരാതന രീതികളെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ പ്രസിദ്ധപരമായിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ഈ മണ്ണടി ദേവീക്ഷേത്രത്തെ പറ്റി നമുക്ക് പറയാനുണ്ട് കേട്ടോ. നമ്മുടെ ചരിത്ര പ്രസിദ്ധനായ വേദമ്പി ദളവ അവിടെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയംഭൂ പ്രതിഷ്ഠയാണ് നമ്മുടെ അമ്പലത്തിലുള്ളത്. വേറൊരു ചരിത്രം പറയുന്നത്, ക്ഷേത്രം നിൽക്കുന്ന കാവിൽ പണ്ട് പുല്ലരിയാൻ പോയൊരു സ്ത്രീയുടെ അരിവാളിന് മൂർച്ച കൂട്ടാനായിട്ട് ഒരു കല്ലിൽ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്ന ടൈമിൽ അതിൽ നിന്നും രക്തം വരികയും ആ സ്ത്രീ അത് കണ്ട് അലറി വിളിക്കുകയും ചെയ്തു. അങ്ങനെ ചുറ്റുമുള്ളവരൊക്കെ ഓടിക്കൂടി. അങ്ങനെ അവിടെ നിന്നൊരാൾ മണ്ണിട്ട് മൂടാൻ പറയുകയും മണ്ണിട്ട് മൂടി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് രക്തപ്രവാഹം നിന്നേന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ മണ്ണടികാവ് ദേവീക്ഷേത്രത്തിന് ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ കഥകൾ പറയാനുണ്ട് കേട്ടോ. എന്തായാലും ദേവിയെ കണ്ടു തൊഴുത് നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ.